വിഴിഞ്ഞം തുറമുഖത്തിന്റെ 51% ഓഹരികളും കേരള സർക്കാരിനാണെന്നിരിക്കെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ അദാനി പോർട്ട് MSCക്ക് നടത്തിയ ഓഹരി കൈമാറ്റം ഗുരുതരമായ നിയമലംഘനമാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ദുരൂഹമാണെന്ന് പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ നൽകിയ മറുപടി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി കേരള സർക്കാർ മുടക്കിയത് 5595 കോടി രൂപയാണ്. എന്നാൽ അദാനിയുടെ ആകെ നിക്ഷേപം വെറും 2500 കോടി രൂപയും 2500 കോടി രൂപയുടെ പകുതി ഷെയറുകളാണ് 13000 കോടി രൂപയ്ക്ക് MSC കമ്പനിക്ക് സംസ്ഥാന സർക്കാർ അറിയാതെ അവർ കൈമാറിയത്. എത്ര വലിയ ലാഭമാണ് അദാനിക്ക് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന് വ്യക്തം. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത് പത്രത്തിൽ വായിച്ചു മാത്രമാണ് താൻ ഈ കാര്യം അറിഞ്ഞത് എന്നാണ്. ഇതിനെ എത്രമാത്രം മുഖവിലക്കെടുക്കാൻ സാധിക്കും? VD സതീശന്റെ മംഗലാപുരം യാത്രയും അദാനി ഗ്രൂപ്പുമായി നടത്തിയ ചർച്ചകളും സമുദ്ര മിഷൻ എന്ന പ്രഖ്യാപനവും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ സംശയങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. മംഗലാപുരത്തേക്ക് പോകാനുള്ള സ്വകാര്യ ഫ്ലൈറ്റിന് VD സതീശന് പണം ആര് നൽകിയെന്ന ചോദ്യത്തിന് ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. വിഴിഞ്ഞം പോർട്ടിന്റെ 25% കൂടുതൽ ഓഹരികൾ അദാനി ഗ്രൂപ്പ് വിൽക്കുകയാണെങ്കിൽ ഉടമസ്ഥത മാറുമെന്നാണ് കരാറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ഓഹരി കൈമാറ്റം പാടില്ല എന്നും കരാറിൽ പറയുന്നു. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് അദാനി ഗ്രൂപ്പ് തന്നിഷ്ടപ്രകാരം MSC ഗ്രൂപ്പിന് 13000 കോടി രൂപയുടെ ഓഹരികൾ കൈമാറുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയില്ലാതെ ഇത്തരത്തിലൊരു നീക്കത്തിന് അദാനി ഗ്രൂപ്പ് തയ്യാറാകുമോ എന്ന സംശയമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വലിയ വികസന സാധ്യത ഇല്ലാതാക്കുന്നതാണ് ഓഹരി കൈമാറ്റമെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തുന്നു. പോർട്ടിന്റെ മത്സരക്ഷമത പൂർണ്ണമായും ഇല്ലാതാക്കുകയും സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട വിഹിതം കുറയ്ക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റം കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അംഗീകരിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവിന്റെ ആശങ്കയ്ക്ക് പക്ഷേ കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നിടത്താണ് ദുരൂഹത വർദ്ധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.